എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്യും. എന്നിട്ടും പറയും, മക്കളെ ഞാൻ ജോലി മേടിച്ചു തരാം, നിങ്ങൾ പഠിക്കും, നല്ലോണം പഠിക്കുന്നത് മര്യാദയുള്ള കുട്ടികൾ. സ്നേഹം കാണുമ്പോൾ നമ്മൾ തന്നെ മറന്നു പറയും, തിരികെ നിങ്ങൾ അടികൂടിയതാ, വീണ്ടും അടികൂടി. ആഹാരത്തിന് കാര്യം എന്തിനാണോ പിണങ്ങിയിരുത്തേന്ന് ചേച്ചി, പിണങ്ങിയിരുന്നാലും ശരി അവരിച്ച് കഴിയുമ്പോ ഒന്നാവും. പിന്നെ ചെന്ന് അനിയത്തിക്ക് വല്ലതും ഇട്ട് കൊടുക്കും. പിന്നെ പറയാം, അച്ഛാ അവക്ക് പാവാണ് ചേച്ചി, അച്ഛാ പാവം, അവർക്ക് എന്തെങ്കിലും കൊടുക്കാം. ഇവരെ കിട്ടിയെങ്കിൽ അവരേതെങ്കിലും അമ്മക്ക് എനിക്ക് ഫലപ്പെടണ്ട, അവരുടെ ഭാവിയെങ്കിലും രക്ഷപ്പെട്ടു പോയില്ലേ ചേച്ചി. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചെടുത്ത് ഇനി അവരെ ഞാൻ എന്തുമാത്രം ആക്കി എടുക്കണം, അതുവരെ ഞാൻ ചെയ്യാന്നുള്ള ഒരു മാതാവും പിതാവുക. ഞങ്ങൾ അങ്ങനെയുള്ള ആ ഒരു പ്രതീക്ഷ പോലും അവരില്ലാതാക്കി കളഞ്ഞു. എപ്പോഴും പറയാ, കുട്ടികളെ നോക്കുന്ന ഡോക്ടർ മതി, എനിക്ക് വേറെ വേണ്ട, എന്റെ അവസാനത്തെ വർത്താനോ എന്ന് അറിഞ്ഞില്ല ഞാൻ. എന്റെ മക്കളത് കൊന്നു കളഞ്ഞവര്, അതിനു വേണ്ട നടപടി സർക്കാരിൽ നിന്നും ഉണ്ടാവണം. ആശുപത്രിയിലുണ്ടായ ആശ്രമത്തിൽ നിന്ന് റെഫർ ചെയ്ത് കുട്ടികളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെന്നപ്പം പറഞ്ഞ്, സാറേ പെട്ടെന്ന് കാഷ്വാലിറ്റി കയറി അഡ്മിഷൻ വാങ്ങിച്ചിട്ട് പറഞ്ഞ്, സാറേ ICUയിൽ കയറ്റേണ്ട കുട്ടികളാണ് സാറേ. എന്ത് പറ്റി എന്ന് അവർ ചോദിക്കുന്നില്ല. അയ്യോ ICUയിൽ ബെഡില്ലല്ലോ. പെട്ടെന്ന് അവർ അഡ്മിഷൻ റെഡിയാക്കി 4-ാം വാർഡിലെ തറയിൽ ഞങ്ങളെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് വാങ്ങിച്ച് നിലത്ത് കിടന്ന് 2 കുട്ടികളും ഛർദിലിനകത്ത് ആ നനച്ചയ്ക്കകത്ത് കിടക്കുമായിരുന്നു 2 പേരും. അവര് മിനിറ്റോറും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നതല്ലാതെ എന്തെങ്കിലും മരുന്നൊന്ന് കൊടു സാറേ എന്നും പറഞ്ഞ് ഞങ്ങൾ അച്ഛനും അമ്മമാരും ചെന്ന് പറഞ്ഞപ്പോ അവര് പറയുന്നു, ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്, ഇങ്ങനെ പറ്റത്തുള്ളൂ, ഞങ്ങൾ ഇത്രയും പേരെ പരിചരിച്ച് കൊണ്ടുവരികയാണ്, ഞങ്ങൾ ഓരോരുത്തരെയും വന്ന് നോക്കാൻ പറ്റത്തില്ല, അത് സമാധാനപ്പെട്ട് വെയിറ്റ് 10 മിനിറ്റ് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞങ്ങളെ 10 മിനിറ്റാണ് പോകുന്നത് എന്നാണ് അവര് പറഞ്ഞ മറുപടി. ഞങ്ങളെ 10 മിനിറ്റ് നിങ്ങൾക്ക് അവിടെ ചെലവഴിക്കുകയാണ്. 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് 2-3 പേഷ്യന്റിനെ നോക്കാൻ പറ്റുന്ന ആ സമയം നിങ്ങൾക്ക് ചെലവഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എപ്പോഴും വന്ന് ഇങ്ങനെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, ഞങ്ങൾ മരുന്ന് ചെയ്തോളാന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. അവരൊരു വൃത്തികെട്ട സ്വഭാവമോ അല്ലെങ്കിൽ അയൽവക്കത്ത് പോയി ഇരുന്ന് സമയങ്ങൾ പോവുക, അല്ലെങ്കിൽ ആരുമായിട്ട് സഹകരണയോ അങ്ങനൊന്നുമില്ല. എല്ലാം നല്ല കൂട്ടുകാരായിട്ടാണ് ഞങ്ങൾ. കാരണം എന്റെ ജീവന്റെ ജീവനാണ് ഞാനെന്ന് പറഞ്ഞ. എപ്പോഴും എനിക്ക് എന്റെ മക്കളാണെങ്കിലും അവരെന്റെ കൂട്ടുകാരാ. എപ്പോഴും ഞാൻ കഷ്ടപ്പെട്ടവരെ വളർത്തി അവരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്ത് എനിക്ക് ലക്ഷ്യം നേടണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ഇതുപോലൊരു മക്കളെ എനിക്ക് കിട്ടത്തുമില്ല. ഞങ്ങളെപ്പോലുള്ള ഒരു മാതാപിതാക്കളെ അവരെ കിട്ടത്തില്ല. പക്ഷെ ഞങ്ങൾക്കത് അനുവദിച്ച് തന്നില്ല മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ. അതിന് വേണ്ട ജോലി മേടിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അത് അത്രമാത്രം ഒരു സങ്കടം. ഡോക്ടർ ഒരു പോലീസും ആക്കാൻ ഞങ്ങൾക്ക് കിട്ടിയില്ല. അവരുടെ 2 പേരെ ആഗ്രഹമായിരുന്നു. ഒരാള് എൻട്രൻസിക്ക് പഠിക്കുന്ന 17ാമത്തെ വയസ്സുള്ള മോക്ക് ഡോക്ടർ ആവണം. അതൊരു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. കുട്ടികളെ നോക്കുന്ന മൂത്ത ആള് 17 വയസ്സ് 19 വയസ്സ് മീനാക്ഷി PSC. അയാൾക്ക് പോലീസ് ആയാൽ മതി എന്നാണ് അയാൾ പറഞ്ഞത്. 2 ആഗ്രഹം ഞങ്ങളടുത്ത് പറഞ്ഞ്, പക്ഷെ ഞങ്ങൾക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റില്ല. എനിക്ക് കുട്ടികളെ നോക്കുന്ന ഡോക്ടർ മതി, കുട്ടികളെ നോക്കുന്ന ഡോക്ടർ മതി, എനിക്ക് വേറെ വേണ്ട, എന്റെ അവസാനത്തെ വർത്താനോ എന്ന് അറിഞ്ഞില്ല ഞാൻ. എന്റെ മക്കളത് കൊന്നു കളഞ്ഞവർ, അതിനു വേണ്ട നടപടി സർക്കാരിൽ നിന്നും ഉണ്ടാവണേ. മോന് ഒരുവിധം കുറവുണ്ടെന്നാണ് ഞങ്ങൾക്ക് അറിവ് കിട്ടുന്നത്. അവന് 3 മക്കളും ഒരു വ്യത്യാസമില്ല, ജീവന്റെ ജീവനാണ്.